സിദ്ധു സിദ്ധുവേ എടാ ഫോൺ എന്തായി? സ്റ്റോറേജ് ഡിലീറ്റ് ആയോ? എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അനാവശ്യമായിട്ട് പള്ളിയുടെയും പൂമ്പാറ്റയുടെ ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുന്നു. അതൊക്കെ ഡിലീറ്റ് ചെയ്തു. എല്ലാം കളഞ്ഞു. അയ്യോ നീ എന്തെങ്കിലും തിരക്കിലാണോ? ഇല്ല, എന്തുപറ്റി? അതെ, കേശുവിന്റെ കൂടെ ഒന്ന് കടയിൽ പോവോ? പോവാലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? ഇല്ല. അല്ല അളയും ഫ്രീ അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പോയിട്ടില്ല. അയ്യോ അവനിവിടെ എന്ത് പണി? ഒരു ജോലി ഇല്ല, അവൻ വരും കൂടെ. ഇല്ലേ മക്കളെ? അതെ എടാ, എപ്പോഴും കനകവും കേശവും തന്നെയല്ലേ പോണത്. ഇന്ന് നീ കേശുവിന്റെ കൂടെ പോച്ചല്ലേ? പോവാ 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 എന്റെ പൊന്നെ, പോവാണേ. പാടാ കിടക്കാം. എന്താ സാരിയൊക്കെ കൊടുത്തിട്ട്? ഞാൻ എവിടെ പോവാ, ഞാൻ വെറുതെ ഇങ്ങനെ. വെറുതെ സാരി കൊടുക്കേ? അതെ, അത് നാളെ ഒന്ന് അമ്പലത്തിൽ പോണം. അപ്പൊ ബ്ലൗസ് ഒക്കെ ഒന്ന് ഫിറ്റ് ആണോന്ന് അറിയാൻ വേണ്ടി. പക്ഷെ എവിടെയോ ഒരു ലൂസ്. നല്ല ഫിറ്റാത്താ ഇருக்கு. അഴകാ ഇരിക്ക. നിങ്ങൾ എവിടെ പോയതാ? സിദ്ധുവിനെ കടലോട്ടൊന്ന് പറഞ്ഞു വിടാൻ പോയത്. അപ്പൊ സിദ്ധു ഇവിടെ ഇല്ലേ? ഇല്ല, സിദ്ധുവും കേശും കൂടെ കടയിൽ പോയി. എന്താ? ഒന്നുമില്ല, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞോളാം. നന്നായിട്ടുണ്ട് സാരി. താങ്ക് യു. ചെല്ലമാ ഇരിക്ക. പറ്റിച്ച് പിന്നെ കടയിൽ പോകുമ്പോഴത്തേക്ക് ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ? പിന്നെ മനുഷ്യ എന്തിനാണ് സാരിയൊക്കെ വലിച്ചു വാരി? പൊളിക്കും ഞാൻ ചെലപ്പോ. എടാ ഒരു കാര്യം ചെയ്യോ? ഒരു കാര്യം ചെയ്യും, ഇത് അടുക്കള കൊണ്ട് വെച്ചിട്ടോ. ഇത്ര നേരം നോക്കിക്കൊണ്ടുവന്ന ഞാനല്ലേ, അടുക്കള വരെ ഞാൻ തന്നെ കൊണ്ടുപോകണം. കഴിക്കുന്നല്ല വേറെ കുറച്ചേരി ഇരിക്കട്ടെ. അളിയന്റെ കൈക്ക് ഞാൻ പറയണില്ല, ഞാൻ അളിയനായി പോയി. ഫോട്ടോ എടുത്ത് തരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് വന്നതാ. അപ്പോഴേക്ക് താൻ മുങ്ങിയില്ലേ? ഞാൻ മുങ്ങിയതല്ല, ഞാൻ ഇവിടെ ഇരുന്നപ്പോഴേക്കും അമ്മ ഒന്ന് പറഞ്ഞ് കേശുവിന്റെ കൂടെ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് വരാൻ. ഞാൻ സാധനം മേടിക്കാൻ പോയിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ. നന്നായി. എനിക്ക് മൂടൊന്നുമില്ല. എനിക്ക് മൂടില്ലാത്തോണ്ട്. എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നേ? പോയി സുന്ദരിയായിട്ട് വാ, ഞാൻ നല്ല കിടിലം ഫോട്ടോസ് എടുത്തു തരാം. സുന്ദരിയായിട്ട് വരാൻ സൗകര്യമില്ല. നേരത്തെ സുന്ദരിയായിട്ടല്ലേ വന്നേ? അല്ല. അപ്പൊ ഇപ്പോഴും സുന്ദരിയായിട്ട് വന്നാ മതി. ഞാൻ പറഞ്ഞില്ല എനിക്ക് മൂടില്ല, എനിക്ക് ഇവിടെ വേറെ പണിയുണ്ട്. പ്ലീസ്ടാ. പിന്നെങ്ങാനും പോവാം. എന്റെടാ ഒന്നും പറയണ്ട, ഞാനേ ഫോട്ടോ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഫോട്ടോ ഫോട്ടോയാ? എന്താടാ? അല്ല ഒന്നുമില്ല, ക്യാൻഡിലേ മേടിച്ചു വെക്കണം എന്ന് പറയായിരുന്നു. ഫോട്ടോ എടുത്തു തരാൻ വേണ്ടിട്ട് എന്റെ മനസ്സ് കടന്നു പിടിക്കാം. പോയി സുന്ദരിയായിട്ട് വാ, ഞാൻ പറഞ്ഞല്ലോ കിടിലൻ ഫോട്ടോസ് എടുത്തു തരും. ശരിക്കും? പക്ഷേ ഞാൻ ഒരുങ്ങി സുന്ദരിയായിട്ട് വരുമ്പോഴത്തേക്ക് എവിടെ പോവരുത്, ഇവിടെ തന്നെ കാണണം. എവിടെ പോവാ? ഉണ്ടാവും. എന്നാ 5 മിനിറ്റ് പോരാ. മറന്നുപോയായിരുന്നു. അല്ല മറന്നുപോയല്ല, പുറത്തുകൊണ്ടി വന്നതാ. ഞാനല്ലേ കൂടെ വന്നേ. കിളിയും പോയാ ദൈവമേ. നിന്റെ ചേച്ചിയായിട്ട് സംസാരിച്ചില്ലേ, കൊള്ളകിളിയൊക്കെ പോകും. 1 കോടി മനുഷ്യരെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണല്ലോ മില്യൺ മലയാളി ക്ലബ്ബ്. MMCയിൽ ഓൾറെഡി അംഗങ്ങളായ ആളുകൾ നിങ്ങളുടെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് ഒരു 10 പേരെ കൂടി മിനിമം കൊണ്ടുവരിക. നമ്മുടെ ഈ 1 കോടി എന്ന നമ്പറിലെ കുട നിവർത്താൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ജാഗ്രത, ഇനി മടിക്കണ്ട.